ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങിയ വളപട്ടണം സ്വദേശിനിക്ക് 1,07,800 രൂപ നഷ്ടപ്പെട്ടു. ടെലഗ്രാം വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകുകയായിരുന്നു. എന്നാൽ നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ ലഭിക്കാതെ വന്നപ്പോഴാണ് ചതി മനസ്സിലായത്. ജില്ലയിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി ആളുകൾ ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങിയതായി സൈബർ പോലീസ് അറിയിച്ചു. കൂത്തുപറമ്പ് സ്വദേശിനിയിൽ നിന്നും എയർപോർട്ടിൽ ജോലി വാഗ്ദാനം ചെയ്ത് വാട്സപ്പ് വഴി ബന്ധപ്പെട്ട് വിവിധ ചാർജുകൾ എന്ന് പറഞ്ഞ് 14,800 രൂപ തട്ടിയെടുത്തതായും സൈബർ പോലീസ് അറിയിച്ചു. വളപട്ടണം സ്വദേശിക്ക് 20,300 രൂപ നഷ്ടപ്പെട്ടത്. മെസ്സേജ് കണ്ട് വ്യാജ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടതായാണ് പരാതി. ന്യൂമാഹി സ്വദേശിക്ക് ഇത്തരത്തിൽ 33,500 രൂപയാണ് നഷ്ടപ്പെട്ടത്. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കണം, അജ്ഞാത വീഡിയോ കോൾ എടുക്കാതിരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും സൈബർ പോലീസ് നൽകിയിട്ടുണ്ട്. നവമാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.